തിരുവനന്തപുരം മ്യൂസിയം എത്രത്തോളം പ്രശസ്തമാണെന്ന് എല്ലാവർക്കും അറിയാം. അതോടൊപ്പം നാം എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു വ്യത്യസ്തമായ സ്ഥലമാണ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം. മ്യൂസിയം വളപ്പിൽ സ്ഥിതി ചെയ്യുന്ന നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന ഉലകം ചുറ്റും വാലിബൻ്റെ പുതിയൊരു ട്രാവൽ വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം. ഈ ഒരു ബോർഡ് മ്യൂസിയം വളപ്പിനുള്ളിൽ കണ്ടിട്ടില്ലാത്തവർ വളരെ ചുരുക്കമായിരിക്കും. അതുപോലെ തന്നെ അതിനുള്ളിൽ എന്തൊക്കെ കാഴ്ചകളാണ് ഉള്ളതെന്ന് കണ്ടിട്ടുള്ളവരും വളരെ ചുരുക്കമായിരിക്കും. തിരുവനന്തപുരം മൃഗശാല ഒട്ടുമിക്കവരും കണ്ടിട്ടുണ്ടാകും. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു സ്ഥലമാണിത്. കാരണം ഈ പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. മ്യൂസിയത്തിനുള്ളിലേക്ക് കയറുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ഈ 2 കാണ്ടാമൃഗങ്ങളെയാണ്. ഇത് ആരെന്നറിയാമോ? നമ്മുടെ മൃഗശാലയിൽ മുമ്പ് ജീവിച്ചിരുന്ന മണിയനും റീത്തയും എന്ന് പറയുന്ന 2 കാണ്ടാമൃഗങ്ങളെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. അവരുടെ തൊട്ടടുത്തായി തന്നെ ഭീമൻ കരയാമയുടെയും അതുപോലെ തോൽപുറക്കാൻ കടലാമയുടെയും സ്റ്റഫ് ചെയ്ത രൂപങ്ങൾ നമുക്ക് കാണാം. നമ്മുടെ മൃഗശാലയിൽ തന്നെ മരിച്ച ആനിമൽസിനെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന രൂപങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇനി നമുക്ക് സ്കെൽറ്റൽ ഗാലറിയിലേക്ക് പോകാം. മുതിർന്നവരിലും കുട്ടികളിലും ഒരേപോലെ കൗതുകമുണർത്തുന്ന കാഴ്ചകളാണ് ഇതിനുള്ളിലുള്ളത്. ഈ കാണുന്നത് ഫാൾസ് കില്ലർ വെയിലിൻ്റെ സ്കെൽറ്റനാണ്. ഇതിലൊന്നും തുടരുതെന്ന് പ്രത്യേകം ഒരു നിർദ്ദേശമൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം അത്ര കെയർഫുള്ളായിട്ടാണ് അവരതിനെ അവിടെ സംരക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ഇനിതാ ഇത് കാണുമ്പോൾ തടി അവിടെ മുറിച്ച് വെച്ചിരിക്കുക എന്നൊന്നും ആരും വിചാരിച്ച് കളയല്ലേ. ഇത് ഇന്ത്യൻ ഫിൻ വെയിലിൻ്റെ താടി എല്ലുകളാണ്. എത്രത്തോളം വലുതാണ് ആ വെയിലെന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇത് നമ്മുടെ കടൽ തീരത്തടിഞ്ഞ ഒരു വെയിലിൻ്റെ മോഡലാണിത്. ഇനി സ്കെൽറ്റൽ ഗാലറിക്കുള്ളിലേക്ക് കയറിയാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു കാഴ്ച ഇതാണ്. ആനയുടെ സ്കെൽറ്റൻ. ആനയുടെ അസ്ഥികൂടം നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് നേരിട്ട് കാണാനുള്ളൊരു അവസരമാണ് ഈ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ഇനി ആനയുടെ പല്ല് കണ്ടിട്ടില്ലാത്തവർ ഇത് നേരിട്ടൊന്ന് നോക്കിക്കോളൂ. ഇതാണ് ആനയുടെ പല്ല്. ഒരു ആനയുടെ അസ്ഥികൂടം അതുപോലെ ഒരു ഭാഗം പോലും നഷ്ടപ്പെടാതെ കൃത്യമായിട്ട് അതിനെ അറേഞ്ച് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ആനയുടെ കാൽപാദം, ആനയുടെ ചെവി അതെല്ലാം കറക്റ്റായിട്ട് സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കാണുന്നത് ഗോറിൻ്റെ സ്കെൽറ്റനാണ്. എമു, ഒട്ടകപക്ഷി, അതുപോലെ മ്ലാവ് ഇതിൻ്റെയൊക്കെ സ്കെൽറ്റൻ നമുക്കിവിടെ കാണാം. വിനോദവും വിജ്ഞാനവും ഇടകലർന്ന ഒരു അനുഭവം നമുക്ക് പകർന്നു തരാൻ ഈ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിന് കഴിയുമെന്നതിന് ഒരു സംശയവുമില്ല. ഒരു മനുഷ്യൻ്റെ സ്കെൽറ്റനാണ്. ശരിക്കും ഒരു മനുഷ്യൻ്റെ അസ്ഥികൂടമാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം 1853 ശ്രീ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന് ശാസ്ത്രീയ പഠനത്തിന് വേണ്ടി ആനക്കൊമ്പിൽ നിർമ്മിച്ച മനുഷ്യൻ്റെ അസ്ഥികൂടമാണ് ഇത്. പല കാലഘട്ടങ്ങളിലായി ജീവിച്ചിരുന്ന മനുഷ്യൻ്റെ തലയോടാണിത്. മനുഷ്യ പരിണാമം കുരങ്ങിൽ നിന്നാണെന്ന് കേട്ടിട്ടില്ലേ? അത് സത്യമാണോ എന്ന് ഇതൊന്ന് നോക്കിയാൽ മതി, മനസ്സിലാവും. ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ലേ ഇവിടെ കുറച്ച് കൗതുകമുണർത്തുന്ന കാഴ്ചകളുണ്ടെന്ന്. അതിലൊന്നാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇത് മൊത്തം പക്ഷികളുടെ സ്റ്റഫ് ചെയ്ത രൂപങ്ങളാണ്. ഈ പക്ഷികളെയൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ഇതെല്ലാം നമ്മുടെ തിരുവനന്തപുരം മൃഗശാലയിൽ ഉണ്ടായിരുന്ന പക്ഷികളാണ്. നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ പക്ഷിയായ മലമുഴക്കി വേഴാമ്പലിൻ്റെ സ്റ്റഫ് ചെയ്ത രൂപവും ഇവിടെയുണ്ട്. കാക്ക, മൈന, കുരുവികൾ എന്നിവയുടെ എല്ലാം സ്റ്റഫ് ചെയ്ത രൂപങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി നമ്മൾ ഈ പടികൾ കയറി പോകുമ്പോൾ ഈ ചുമരിലെല്ലാം കാണുന്നത് നമ്മുടെ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ മാഞ്ഞു പോയ മൃഗങ്ങളുടെ രൂപങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നതാണ്. മാമത്തും ഡൈനോയും ഡോഡോ പക്ഷിയും എല്ലാം അതിലുൾപ്പെടുന്നു. നമ്മുടെ ഈ ഭൂമുഖത്ത് പണ്ട് ജീവിച്ചിരുന്നു എന്ന് പറയുന്ന ജീവജാലങ്ങളുടെ ഒരു 3D രൂപമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്.
നമ്മൾ നേരത്തെ നമ്മുടെ സൂവിലുണ്ടായിരുന്ന പക്ഷികളുടെ സ്റ്റഫ് ചെയ്ത രൂപം കണ്ടില്ലേ? പക്ഷികളെ മാത്രമല്ല, അവിടെ മുമ്പുണ്ടായിരുന്ന മൃഗങ്ങളെയും സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കിനെ കാണാം. ഇതിനുള്ളിലേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്ന സെക്ഷൻ ഏഷ്യൻ സോൺ, അതായത് നമ്മുടെ ഇവിടെയുള്ള കടുവയുടെയും വരയാടിൻ്റെയും അതുപോലെ ലെപ്പാർഡിൻ്റെയൊക്കെ സ്റ്റഫ് ചെയ്ത രൂപമാണ് ആ സൈഡിലുള്ളത്. തിരുവനന്തപുരം മൃഗശാലയിൽ ഉണ്ടായിരുന്ന ഒരു പെൺസിംഹത്തിൻ്റെയും ആൺസിംഹത്തിൻ്റെയും സ്റ്റഫ് ചെയ്ത രൂപവും ഇവിടെ കാണാം. ഏഷ്യൻ സോൺ കഴിഞ്ഞാൽ അടുത്തത് ആഫ്രിക്കൻ സോൺ. ഇവിടെ ജിറാഫിൻ്റെയും സീബ്രയുടെയും ചിമ്പാൻസിയുടെയും ഗിബണിൻ്റെയൊക്കെ സ്റ്റഫ് രൂപം കാണാൻ പറ്റും. പലതരം മൃഗങ്ങളുടെ സ്റ്റഫ് ചെയ്ത രൂപം വെറുതെ കൊണ്ട് പ്രദർശിപ്പിച്ചിരിക്കുകയല്ല ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒരു കാടിൻ്റെ പ്രതീതി ഉണർത്തിക്കൊണ്ട് തന്നെയാണ് അവയെല്ലാം കൃത്യമായി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ കാണുമ്പോൾ ഇപ്പോഴും ഈ മൃഗങ്ങൾക്കൊക്കെ ജീവൻ ഉണ്ടെന്നേ തോന്നുകയുള്ളൂ. ഏഷ്യൻ ആഫ്രിക്കൻ സോൺ കഴിഞ്ഞ പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് അമേരിക്കൻ സോൺ സെക്ഷനാണ്. നെക്സ്റ്റ് സെക്ഷൻ ഫിഷുകളുടെ സ്റ്റഫ് മെറ്റീരിയൽസ് പ്രദർശിപ്പിച്ചിരിക്കുന്നതാണ്. പല വെറൈറ്റി ഫിഷസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അവിടെ നിൽക്കുന്ന ഗൈഡ് നമുക്ക് പ്രത്യേകമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഇതെല്ലാം ഒറിജിനൽ ഫിഷാണ്, അതിനെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നതാണെന്ന്. കാരണം പെട്ടെന്ന് നമുക്ക് തോന്നുന്നത് ഇതൊക്കെ ടോയ്സ് ആയിരിക്കുമെന്നാണ്. കാരണം അത്രയും പെർഫെക്ഷൻ അതിനുണ്ട്. നമ്മളൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഒത്തിരി ഫിഷസിൻ്റെ സ്റ്റഫ് മെറ്റീരിയൽസ് ഇവിടെയുണ്ട്. ചിലതിൻ്റെയൊക്കെ പേര് പോലും നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് പല ടൈപ്പ് ആടുകളുടെ തലയോട്ടിയും അവരുടെ കൊമ്പും അതാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ചെമ്മരിയാടിൻ്റെയൊക്കെ കൊമ്പുകളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇനി ഈ ഇൻഡെക്സ് ഗാലറിയിലേക്ക് കയറിയാൽ നമ്മൾ ഇത്രയും നേരം കണ്ടതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ മ്ലാവ്, അതുപോലെ മാനുകൾ, പിന്നെ കലമാൻ, ഇങ്ങനെയുള്ളതിൻ്റെയൊക്കെ പല ടൈപ്പിലുള്ള കൊമ്പുകളും അതിൻ്റെ തലയോട്ടിയും ഒക്കെ ഇവിടെ കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതും ഇല്ലാത്തതും ചിലതിൻ്റെയൊക്കെ പേര് കേട്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആനിമൽസിൻ്റെയൊക്കെ ബോൺസ്, അതിൻ്റെ തലയോട്ടി, ഇതെല്ലാമാണ് അവിടെ കാണാൻ പറ്റുന്നത്. ഇത് നമ്മുടെ ഇന്ത്യയിൽ കാണപ്പെടുന്ന പെരുമ്പാമ്പിൻ്റെ സ്കെൽറ്റനാണ്. പെരുമ്പാമ്പിന് തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് രാജവെമ്പാലയുടെ സ്കെൽറ്റനും കാണാൻ പറ്റും. പല ടൈപ്പ് പാമ്പുകളുടെ പ്രിസർവ് ചെയ്ത മെറ്റീരിയൽസും നമുക്കിവിടെ കാണാൻ പറ്റും. ഒട്ടക പക്ഷിയുടെ മുട്ട, അതുപോലെ ഹിപ്പോപ്പൊട്ടാമസിൻ്റെ കുഞ്ഞ്, ഇതിനെയൊക്കെ ഇവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ക്രോക്കഡൈലിൻ്റെ മോഡലാണിത്. ഇത് വെയിൽ ഷാർക്കിൻ്റെ സ്റ്റഫ് മോഡലാണ്. ഇവിടെ നമുക്ക് പല വിധത്തിലുള്ള കടൽ സ്പോഞ്ചുകളുടെ സ്റ്റഫ് മെറ്റീരിയൽസ് കാണാം. അതുപോലെ തന്നെ പലതരം കടൽ ജീവികളുടെയും സ്റ്റഫ് മെറ്റീരിയൽസ് കാണാൻ പറ്റും. നെക്സ്റ്റ് ഒരു ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് മോഡൽസ് പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരു ഗാലറിയാണ്. ഈ കാണുന്നത് നമ്മൾ പല ക്ലാസ്സുകളിലായിട്ട് പല ടൈപ്പ് റോക്സ്, ശിലകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇത് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, വിനോദവും വിജ്ഞാനവും കലരുന്ന ഒരു അനുഭവമാണ് നമുക്കിതിനുള്ളിൽ നിന്ന് കിട്ടുന്നതെന്ന്. കാരണം നമ്മൾ പാഠപുസ്തകത്തിൽ കണ്ട പല കാര്യങ്ങളും നേരിട്ട് കാണാനുള്ളൊരു അവസരം കൂടിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് നമ്മുടെ കുട്ടികളെയും കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സ്ഥലമാണ്. അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് സ്റ്റഡി ടൂർ പോകാൻ പറ്റിയൊരു ബെസ്റ്റ് പ്ലേസാണ് തിരുവനന്തപുരത്തുള്ള നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം. ഇത് ദിവാനായിരുന്ന രാമറാവു അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോസിൽ ഇംപ്രിൻറ്റോട് കൂടിയ ലൈം സ്റ്റോൺ മേശയാണ്. ഇത് കഥകളി വേഷങ്ങളായ പച്ച, കത്തി, കരിയുടെയൊക്കെ ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നൃത്തത്തിൽ ഉപയോഗിക്കുന്ന പലതരം മുദ്രകൾ കാണാൻ പറ്റും. അടുത്ത് നമുക്ക് കൗതുകമായിട്ട് തോന്നുന്നത് നമ്മുടെ ഇന്ത്യൻ സംസ്ഥാനത്തിലെ പലതരത്തിലുള്ള വേഷവിധാനങ്ങളെ ഒന്ന് പ്രദർശിപ്പിക്കുന്നതാണ്.
അപ്പോൾ ഇത്രയും മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഈ തിരുവനന്തപുരം നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൽ കാണാൻ പറ്റുന്നത്. കഴിയുന്നത് എല്ലാവരും നേരിട്ട് പോയി കാണാൻ ശ്രമിക്കുക. അപ്പോൾ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.